കുറേ ചിരവിത്ത് പാകിയതിൽ കുറച്ചൊക്കെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. അതാണ്ടോ ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് തിനയാണ്. എൻ്റെ കിളിക്കിടുന്ന തിന ഇതിൽ വീണ് പൊടിച്ചിട്ടുണ്ട്. അതാണ് ഇതിൽ നിന്ന് പൊടിച്ച് വന്നിട്ടുള്ളത്. അതും അവിടെ നിന്നോട്ടെ, അത് ഞാൻ കളയുന്നില്ല. തിന മാറ്റി ഒന്ന് നടാനുണ്ട്. ഈ ചീരയിൽ നിന്ന്, കുഞ്ഞു ചീരയിൽ നിന്ന് ഞാനൊരു 10 ചീര വരെ ഞാനൊന്ന് ഇളക്കി മാറ്റി നട്ടെ. ഒരാഴ്ചയ്ക്ക് മുന്നേ ആയിട്ട് ഞാനതൊന്ന് കാണിച്ചു തരാവേ. ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഗ്രോ ബാഗിലോട്ട് ഇളക്കി മാറ്റി നട്ട ചീരയാണ് ഇത്രയും വലുതായത്. പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത്രയും വളർന്ന് വലുതായിട്ടുണ്ട്. വേറെയും ഞാൻ 3-4 മൂട് ഇതിലോട്ട് നട്ടു. കണ്ടോ, ഇത്രയും വലുതായിട്ടുണ്ട്. അതിൽ നിൽക്കുന്ന സെയിം ചീരയിൽ നിന്ന് ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ ഇളക്കി ഗ്രോ ബാഗിലോട്ട് നട്ടതാണ്. ഗ്രോ ബാഗിൽ ചാണകപ്പൊടിയും പിന്നെ മരപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇത്രയും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ഈ ഗ്രോ ബാഗ് സെറ്റ് ചെയ്തത്. സാധാ മണ്ണും ഇട്ടിട്ട് ഗ്രോ ബാഗ് സെറ്റ് ചെയ്തു. ഇത്രയും പൊടിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഇത് അറുത്ത് നമുക്ക് കറി വയ്ക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇനി ഇത് ഒന്ന് മാറ്റിയതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇളക്കി, വെയിലൊക്കെ മാറിയതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് ഇളക്കി നടാനായിട്ട് പോവുകയാണ്. കണ്ടോ, അപ്പോൾ നിങ്ങളും കുറച്ച് ചീരവിത്ത് കിട്ടുവാണെങ്കിൽ ഒരുമിച്ച് വിതറി പൊടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി നട്ടാൽ നമുക്ക് ആവശ്യത്തിനുള്ള ചീര കിട്ടും. ഓക്കെ, കണ്ടോ, നല്ല കളറുള്ള ചീരയാണ്. പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് കിട്ടുകയും ചെയ്യും. അതിന് ചാണകപ്പൊടി മാത്രമായാലും മതി. നമ്മുടെ ഒരു 20 രൂപയ്ക്കൊക്കെ 1 കിലോ ചാണകപ്പൊടി കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് ഞാൻ ഇട്ടതാണ്. ഞാൻ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ മരപ്പൊടി ഇതും കൂടെ ഞാനൊന്ന് ഇട്ട് ആണ് ഈ ചീര ഇത്രയും വളർന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ.